മഹാഭാരത യുദ്ധം മുഴുവൻ കണ്ടത് പാണ്ഡവരല്ല. ഉടലില്ലാത്ത വെറും തല മാത്രമുള്ള ഒരു വീരൻ മലമുകളിലിരുന്ന് ഈ യുദ്ധത്തിന് സാക്ഷിയായിട്ടുണ്ട്. സ്വന്തം തലയെറുത്ത് ഭഗവാന് ബലി നൽകിയിട്ടും മരണം തോൽപ്പിക്കാത്ത ആ അർജുനപുത്രന്റെ കഥ നിങ്ങൾക്കറിയാമോ? അർജുനൻ നാഗകന്യകയായ ഉലൂബിയിൽ ജനിച്ച മകനാണ് ഇരാവാൻ. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയപ്പോൾ തന്റെ പിതാവിനെ സഹായിക്കാൻ ഇരാവാൻ നാഗലോകത്തുനിന്നും എത്തി. എന്നാൽ പാണ്ഡവരുടെ വിജയത്തിനായി ഒരു രാജകുമാരനെ കാളിക്ക് ബലി നൽകണമെന്ന് വിധി വന്നു. പാണ്ഡവർ പ്രതിസന്ധിയിലായപ്പോൾ ഇരാവാൻ സ്വയം ബലിയാകാൻ തയ്യാറായി. ബലിക്ക് മുൻപ് ഇരാവാൻ കൃഷ്ണനോട് തന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായത് കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ കാണണം എന്നതായിരുന്നു. ഭഗവാൻ അത് സാധിച്ചു നൽകാമെന്ന് ഏറ്റു. മറ്റൊരു ആഗ്രഹം വിവാഹിതനാകണം എന്നതായിരുന്നു. മരിക്കാൻ പോകുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ ആരും വരാത്തതിനാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ മോഹിനി രൂപം ധരിച്ച് ഇരാവാൻ വിവാഹം കഴിച്ചു. ഇരാവാന്റെയും മോഹിനിയുടെയും ഈ പ്രണയകഥ ഇന്നും തമിഴ്നാട്ടിലെ കൂവാകത്ത് ഒരു വലിയ ഉത്സവമായി ആഘോഷിക്കുന്നു. ആയിരക്കണക്കിന് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇരാവാനെ ഭർത്താവായി സങ്കൽപ്പിച്ച് താലി ചാർത്തുകയും ഇരാവാന്റെ ബലിക്ക് ശേഷം വിധവകളായി മാറുകയും ചെയ്യുന്ന ആചാരം ഇന്നും അവിടെ നിലനിൽക്കുന്നു. ബലിക്ക് ശേഷം ഇരാവാൻ തല ഉടലിൽ നിന്നും വേർപെടുത്തപ്പെട്ടു. ഭഗവാൻ കൃഷ്ണൻ ആ തല എടുത്ത് യുദ്ധഭൂമി മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു മലമുകളിൽ സ്ഥാപിച്ചു. ഉടലില്ലാത്ത ആ തല 18 ദിവസവും കണ്ണുചിമ്മാതെ യുദ്ധം കണ്ടു. ഭീഷ്മരുടെയും കർണന്റെയും അന്ത്യം മുതൽ ദുര്യോധനന്റെ വീഴ്ച വരെ ആ തല സാക്ഷിയായി. യുദ്ധം ജയിച്ച പാണ്ഡവർ തങ്ങളുടെ പരാക്രമം കൊണ്ടാണ് വിജയിച്ചതെന്ന് അഹങ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ അവരെ ഇരാവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പാണ്ഡവർ ചോദിച്ചു, ആരാണ് ഈ യുദ്ധം ജയിപ്പിച്ചത്? ഇരാവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ പാണ്ഡവരെയോ കൗരവരെയോ കണ്ടില്ല. ഞാൻ കണ്ടത് ശത്രുക്കളെ സംഹരിക്കുന്ന കൃഷ്ണന്റെ സുദർശന ചക്രത്തെയും രക്തം കുടിക്കുന്ന കാളിദേവിയെയും മാത്രമാണ്. നിങ്ങളെല്ലാവരും വെറും നിമിത്തങ്ങൾ മാത്രമായിരുന്നു. തന്റെ ജീവൻ നൽകിയിട്ടും ഭഗവാന്റെ മായയ്ക്ക് സാക്ഷിയായ ഇരാവാൻ കഥ ഇന്നും ഭക്തർക്ക് വലിയൊരു പാഠമാണ്. ഈ അപൂർവ ഐതിഹ്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.